സർവ്വതും ഉരുളെടുത്ത മണ്ണിൽ ഉള്ളുലഞ്ഞ് അവൻ പ്രിയപ്പെട്ടവരെ തിരഞ്ഞു നടന്നു. അന്നമൂട്ടിയവരെ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകാൻ അവന് കഴിയില്ലല്ലോ. മിണ്ടാപ്രാണിയെങ്കിലും സ്നേഹത്തിന്റെ അളവുകോലിൽ മറ്റെന്തിനേക്കാളും അവന് വലുത് തന്റെ ഉറ്റവരായിരുന്നിരിക്കണം. ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓടുമ്പോൾ ഉമയുടെയും നെഞ്ചു പൊള്ളിയിട്ടുണ്ടാവണം. ലിയോ എന്ന തന്റെ അരുമയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച വേദന ഉമയെയും വേട്ടയാടിയിട്ടുണ്ടാവണം. ആ സങ്കടങ്ങളൊക്കെയും ഒലിച്ചിറങ്ങി തീർന്ന കാഴ്ച കണ്ടു നിന്നവരുടെയും കണ്ണു നിറച്ചു. വഴിയും പുഴയും വീടും മരങ്ങളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നിടത്ത്, കുറേയേറെ സ്വപ്നങ്ങളും ജീവിതങ്ങളും ഉണ്ടായിരുന്നിടം ഒറ്റ രാത്രി കൊണ്ടില്ലാതായപ്പോൾ അനാഥരായത് ലിയോയെ പോലെ ചിലർ കൂടിയാണ്. ദുരന്തഭൂമിയിലെ നെഞ്ചുലയ്ക്കുന്ന ബാക്കി പത്രത്തിന്റെ അതിദയനീയ കാഴ്ച. ഉരുൾപൊട്ടലിൽ അട്ടമലയിൽ കുടുങ്ങിയ ഉമയും കുടുംബവും ഒരു വഴിയുമില്ലാതെയാണ് ചൂരൽമല അങ്ങാടിയിൽ ലിയോയെ ഇറക്കിവിട്ടത്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നായയെ കൊണ്ടുപോകാനാകുമായിരുന്നില്ല. അങ്ങാടിയിലാകുമ്പോൾ ആരെങ്കിലും ഭക്ഷണം നൽകുമല്ലോ എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉമയുടെ ഭർത്താവ് ലിയോയ്ക്ക് ഭക്ഷണവുമായി എത്തി. പക്ഷേ അവൻ തിരഞ്ഞത് അവന്റെ അമ്മയെയായിരുന്നു, ഉമയെ. ഉമയെ കണ്ടതേ മുൻകാലുകൾ പൊക്കി കെട്ടിപ്പിടിച്ചും എന്തൊക്കെയോ പരിഭവം പറഞ്ഞും അവൻ ചേർന്നു നിന്നു. വീട്ടിൽ പോകാട്ടോ, അമ്മ നിന്നെ കൊണ്ടുപോകാട്ടോ എന്ന ആ വാക്കുകൾക്കായി കാതോർത്ത പോലെ ലിയോ ഉമയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഒന്നുമല്ലാതായി തീർന്ന മണ്ണിൽ നിന്ന് സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഒരു കൂടിച്ചേരൽ.